ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ സൈഡ് ഡിഷായിട്ട് ഒരു നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കൽ. പക്ഷേങ്കിൽ ഇത് ചില്ലി ചിക്കൻ്റെ ചെറിയൊരു കൂട്ടെല്ലാം വെച്ചിട്ടുള്ളൊരു നല്ലൊരു ചിക്കൻ ഫ്രൈ. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിന്ന് കലത്തപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഈ അരി നമുക്കൊന്ന് നല്ലോണം കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കാം. ഞാനിത് ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. ഞാനിത് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കനെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ചുടാൻ വേണ്ടി തുടങ്ങാൻ. അപ്പോൾ നമുക്ക് ഇതാടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പണിയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. 1 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെള്ളം വെക്കാം. വെള്ളത്തിന് കണക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് തമ്മിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് സോയാ സോസ്, 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, പിന്നെ വേണ്ടത് ഒരു മുട്ട, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ എന്നല്ല കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് പകരം നിങ്ങൾ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടിയില്ല, നല്ല എരിവുള്ള അങ്ങനെ ഇട്ട് കൊടുത്താലും മതി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ ചിക്കന് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്ക് മസാല നല്ലോണം ഒന്ന് ചിക്കനിൽ പിടിച്ച് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളയുടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 വേവാകുന്നവരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ അരിയുടെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1/4 വേവിലായിരിക്കണം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് വേഗം തന്നെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം വാർത്തിയെടുക്കാം. അടുപ്പത്തുനിന്ന് ഇറക്കിയ പാടന്നെ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ ഈ പതവെള്ളത്തുനിന്ന് ചോറങ്ങ് വെന്തു പോകും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ്റെ തനി കഷ്ണമാണ് എടുത്തത്, അത് പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ലേശം വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്നങ്ങ് ആയിക്കോളൂ, തനി കഷ്ണമല്ലേ, അതുകൊണ്ട് പെട്ടെന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നോളൂ. പിന്നെ കൂടുതൽ നേരം ബ്രൗൺ കളറൊന്നും ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കയുടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല, വെറും സ്പ്രിംഗ് ഓണിയൻ മാത്രം ഇട്ടിട്ടു ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഈ ഒരു ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കവും. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഇട്ടിനി, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുക, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുമെല്ലാം നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലി ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഉണക്കിയിട്ട് പൊരിക്കൊന്നും വേണ്ട, അന്നേരം പിന്നെ ഹാർഡായിട്ട് അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടുന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞാനിത് നമ്മൾ നേരത്തെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കനിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിന് ചെറിയൊരു പണിയും കൂടിയുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പാത്രം ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, ഒരു വലിയ ടേബിൾ സ്പൂൺ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോസെല്ലാം ഈ ചിക്കനിലൊന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെഡിയായി. നമുക്ക് ലാസ്റ്റ് ലേശം ഒന്ന് സ്പ്രിംഗ് ഓണിയൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അത് നിർബന്ധമൊന്നുമില്ല. അത് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിനല്ല, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ ചിക്കനിലേക്ക്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാരറ്റ് ഇട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അങ്ങനെ കൂടുതൽ നേരം വാട്ടി കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുങ്ങനെ മുറിച്ച് വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 2 മുട്ടയുടെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറിയിലൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ മുട്ട അടിച്ചതുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ഫുള്ളായിട്ട് അങ്ങ് കുക്കാവൊന്നും വേണ്ട. അതിന് മുമ്പേ ആയിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക, പച്ചക്കറിയും ചിക്കനും മുട്ട എല്ലാം കൂടിയിട്ട്. എന്നിട്ട് ഈ മുട്ട ഫുള്ളായിട്ട് ഒന്ന് കുക്കാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം മതി. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിന്. ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ ചിക്കനിൽ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൂടാറിന് ശേഷം മാത്രം വേണം ചേർത്ത് കൊടുക്കാൻ, ചൂടോടങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് വെള്ള കുരുമുളകിൻ്റെ പൊടി അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ചൂടോടെ ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചോറ് ഇളക്കി കൊടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം, എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി നമുക്ക് കലത്തപ്പത്തിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിനല്ല അരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ. അപ്പോൾ ഈ അരി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചത്. 3 ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് ജീരകം, നല്ല ജീരകയില്ല, അത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സിൻ്റെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെല്ലം ഉരുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ 2 ആണി വെല്ലമാണ് എടുത്തത്. ഇത് കുറച്ച് വണ്ണമുള്ള വെല്ലമാണ്, അതുകൊണ്ട് ഞാൻ 2 ആണ് എടുത്തത്. എന്നിട്ട് അത് ഉരുക്കാൻ വേണ്ടി വെക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. പിന്നെ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചെറുങ്ങനെ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്തും പിന്നെ ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളി മതി. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വാട്ടിക്കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെല്ലം ഉരുക്കാൻ വെച്ചിട്ടില്ല, അപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. അത് നല്ല ചൂടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂടോടെ കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ.
എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. എന്നിട്ട് ഈ മാവ് നമ്മൾ ഇളക്കി കൊടുത്ത ഉടനെ തന്നെ ഈ ചൂടായ കുക്കറിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. കുക്കർ നല്ലോണം ചൂടാക്കിയിട്ട് വെക്കണേ. അതിന് ശേഷം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങക്കൊത്തും ഉള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളെ കലത്തപ്പം റെഡിയാവും. ഇത് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കുന്നതാണ്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ പ്ലം കേക്ക് ചുടും. അപ്പോൾ ഞാൻ ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി പിന്നെ കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് ഈത്തപ്പഴമാണ് ഇതിൽ ഇട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ കലത്തപ്പം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു കുക്കറിൻ്റെ നമ്മൾ വിസിലിടുന്ന ഭാഗത്തുനിന്ന് ഒരു ബബിൾസ് പോലെ പോകും, പിന്നെ അതുപോലെ തന്നെ നല്ല പുകയും പോകും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കലത്തപ്പീട റെഡി ആയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊള്ളി വെച്ചിട്ടെങ്ങാനോ കുത്തി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നോക്കിയാലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു കലത്തപ്പം പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്, കുക്കറിൽ നിന്ന് പിറ്റേന്ന് രാവിലെയാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇത് അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഞാൻ ഈ കലത്തപ്പം ഇങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചരേ. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ അപ്പം കുക്കറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ആരോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും, നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.